ചില രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ആ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റംസ് ആക്ടിലെ 110A സെക്ഷൻ 110A പ്രകാരം വാഹനം വിട്ടു നൽകാനാകും. ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക. ഇതോടൊപ്പം തന്നെ ഇത് അന്വേഷണ പരിധിയിലുള്ള വാഹനമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിബന്ധനകൾ ഏർപ്പെടുത്താനും ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? എപ്പോഴാണ് ഈ രേഖകൾ ആദ്യമേ അവരുടെ വീട്ടിൽ പോയപ്പോൾ പരിശോധിച്ചിരുന്നെങ്കിൽ ഈ നാണം കെടുമായിരുന്നോ നിങ്ങള്? അവരുടെ വീട്ടിൽ പോയിട്ട് ആ വാഹനം അടിച്ചു മാറ്റി അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പൊ പറയാണ് ആ വാഹനങ്ങൾ ഞങ്ങൾ വിട്ടു നൽകുക, രേഖകളൊക്കെ ഏകദേശമൊക്കെ ഓക്കെ ആണെന്നുള്ളത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിന്റെയൊക്കെ അവസ്ഥ ഇതാണല്ലോ. ഇന്ന് നമ്മൾ കണ്ടതാണ് KB ഗണേഷ് കുമാറിന്റെ ഒരു പരിപാടി അല്ലേ. ഒരു വാഹനം അടുത്തുകൂടി പോയി അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിരത്തിയിട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറിനെ സ്ഥലം മാറ്റുന്ന ഒരു പ്രവണത. ആ പ്രവണതയ്ക്കെതിരെ ഡ്രൈവർ ധൈര്യപൂർവ്വം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയല്ലിട്ടുന്നത്, മദ്യക്കുപ്പി അല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു നടപടി